മൂവുലകിനും അധിപതിയായ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യവുമായ ഏകനാമം ധരിച്ച നമ്മുടെ ദൈവത്തിന്റെ തിരുനാമത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ധന്യനായ ഏകാധിപതിയുടെ മുമ്പിൽ രാജാധിരാജാവും കർത്താധികർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടുത്തു വരുവാൻ പുത്രത്വം തന്ന് നമ്മെ സ്നേഹിച്ച ദൈവത്തെ വണങ്ങി നമസ്കരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, എന്നാൽ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയുടെ വലഭാഗയെ നമുക്ക് വേണ്ടി മഹാപുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടും ആദരവോടും കൂടി അറിയിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നല്ലോ. ഇതുവരെ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ദൈവത്തെ അനുഭവിപ്പാൻ ഇടയായതിനാൽ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകയാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും അവന്റെ മേൽ ഇട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് വീണ്ടും നമ്മുടെ സിയോൻ യാത്ര ജയകരമായി തുടരാം. We are strangers, rather we are sojourning through a foreign land to our own land. സ്തോത്രം. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. പരദേശി എന്ന് പറഞ്ഞാൽ സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുന്നയാൾ എന്നല്ല. പകരം സ്വന്തമല്ലാത്ത ദേശത്തുകൂടെ സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുന്നയാൾ എന്നാണ് അർത്ഥം. യാത്രാമധ്യേ സന്ധ്യാസമയത്ത് കൂടാരമടിച്ച് പാർക്കുന്നു എന്ന് മാത്രമേ പരദേശി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. പരദേശി, മുസാഫിർ, ഒരു യാത്രക്കാരൻ, അന്യദേശത്തുകൂടെ സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ. താൻ എവിടെയെങ്കിലും കൂടാരമടിക്കുന്നെങ്കിൽ സന്ധ്യാസമയത്ത് ഒരല്പസമയത്തെ വിശ്രമത്തിന് വേണ്ടി മാത്രം. ആ ക്ഷീണം മാറുന്നു, നേരം പുലരുന്നു, കൂടാരത്തിന്റെ കുറ്റി പറിച്ച് കൂട്ടിക്കെട്ടി അടുത്ത എത്രയും വേഗം എത്രയധികം ദൂരം താണ്ടാൻ കഴിയുമോ അത്രയധികം ദൂരം എത്രയും വേഗം താണ്ടുവാൻ വേണ്ടി സ്വദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. സ്തോത്രം. അതാണ് പരദേശി. വെറും പ്രവാസി പോലും അല്ല. പ്രവാസികളാണെങ്കിലും കുറേയേറെ കാലം പാർക്കുന്നവരാ. നാം ഈ ഭൂമിയിൽ അന്യരാണ്, പരദേശികളാണ്. സ്തോത്രം. അന്യനായി ഈ ഹാമിൻ ദേശം വിട്ടുപോകുന്നു എന്ന് ഭക്തൻ പാടുന്നത് പോലെ നമ്മുടെ പാസ്പോർട്ട് സ്വർഗത്തിലല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. Our citizenship is in heaven. So our passport are of heaven. നമ്മൾ ജസ്റ്റ് ട്രാൻസിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ. നമ്മൾ പല എയർപോർട്ടുകളിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ഇറങ്ങിക്കയറി പോകത്തില്ലേ? അത്രേ ഉള്ളൂ. ആ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി വരുന്നത് വരെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയമേ അവിടെ പാർക്കുന്നുള്ളൂ. സ്തോത്രം. ആ ഒരു ലക്ഷ്യത്തോടെ സ്വദേശത്തെ യാത്രയാക്കി നമ്മെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് പിന്നെയും കൃപ തരട്ടെ. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ഇവിടെ പതിയാതെ, സ്തോത്രം, നിത്യമായതിനു വേണ്ടി കൊതിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമുള്ള വാസത്തിന് വേണ്ടി വാഞ്ചിച്ച് വീണ്ടും നമ്മുടെ യാത്രയ്ക്ക് വേഗത കൂട്ടുവാനും
ഭാരം കുറയ്ക്കുവാനും ദൈവം സഹായിക്കട്ടെ. ആവർത്തിക്കുന്നു, നമ്മുടെ യാത്രയ്ക്ക് വേഗത കൂടണം, യാത്രയിൽ നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്ന ഭാരം കുറയണം. പക്ഷേ തിരിച്ചാ സംഭവിക്കുന്നല്ലേ? സ്തോത്രം. ഭാരം കൂടുന്നു, അതുകൊണ്ട് വേഗത കുറയുന്നു. സത്യം ഇതല്ലേ? നമ്മൾ നമ്മുടെ സ്റ്റേഷനോട് അടുക്കും തോറും, നമ്മുടെ ഡെസ്റ്റിനേഷനോട് അടുക്കും തോറും, നമുക്ക് ഇറങ്ങേണ്ട നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് അടുക്കും തോറും നമുക്ക് ഭാരം, ലഗേജ് കൂടുകയാ. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഒത്തിരി കാര്യങ്ങളായി ഇപ്പം വലിച്ചുകൊണ്ട് പോകുന്നത്. ജസ്റ്റ് ഡ്രാഗിങ് എ ലോട്ട് ഓഫ് ലഗേജ്. Because of the weight of them, we are weighed down. നമ്മൾ ഭാരപ്പെട്ട് കുഴഞ്ഞു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ വേഗത, നമ്മുടെ സ്പീഡ് കുറയുന്നു. ഭാരം കൂടുകയും വേഗം കുറയുകയും ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്കെത്താനുള്ള വാഞ്ചയും അങ്ങ് വല്ലാതെയാകുന്നു. അങ്ങ് ക്ഷീണിച്ച് മടുത്തു പോകുന്നു. അരുതേ, ക്ഷീണിക്കാതെ, മടുക്കാതെ, സ്തോത്രം, സ്ഥിരതയോടെ വേഗം ഓടുവാൻ ദൈവം നമ്മുടെ കാലുകൾക്ക് വേഗം നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ മുഖവരയിൽ നിന്നും മടങ്ങി വരികയാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതെ, എബ്രായ ലേഖനം 12:1 പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്തോത്രം. ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് പിന്നെയും കൃപ തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആയതിനു വേണ്ടി പ്രബോധിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 144,000 മുദ്രിത ഗണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതേ തുടർന്ന് 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാനാജാതി മതസ്ഥരിൽ നിന്ന് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട എണ്ണമറ്റ ഒരു സമൂഹത്തെയും നമ്മൾ കണ്ടു. എണ്ണമറ്റ ഒരു സമൂഹം. അവർ ആരാണെന്ന് നമുക്ക് 2 പ്രധാന സൂചനകൾ. അവർ സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 9-ാമത്തെ വാക്യത്തിൽ, അങ്ങനെയുള്ള ഒരു ഗണമാണ്. 13, 14 വാക്യങ്ങളിൽ നിന്നും അവരുടെ പരിചയം നമുക്ക് വീണ്ടും ലഭിക്കുന്നു. അവരാരാണ്? മഹാ കഷ്ടത്തിൽ നിന്നും വന്നവർ. അതുകൊണ്ടാണ് നാം അവരെ മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ ആർക്കും രക്ഷയുള്ളൂ എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി, അവരാരാണ് എന്നതിനെ കുറിച്ച് നാം കാണുകയുണ്ടായി. സ്തോത്രം. അതേ തുടർന്ന് അവരുടെ വെള്ള നിലയങ്കികളെ കുറിച്ചും കുരുത്തോലയെ കുറിച്ചും അവർ പാടുന്ന പാട്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു. അവരുടെ പാട്ട് രക്ഷ,
നമ്മുടെ ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. സ്തോത്രം. രക്ഷദാനം എന്ന വസ്തുത പ്രത്യേകാൽ നാം ഓർത്തുകൊള്ളണം. നിത്യതയിൽ എത്തിയാൽ നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രക്ഷ ആണ്. നാം ഇവിടെ വെച്ച് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന് സ്തോത്രം ചെയ്യും. തീർച്ചയായും ജഡത്തിൽ വസിക്കുന്ന നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്കതായി പല ഭൗതിക വിഷയങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അസ്തിത്വം മുതൽ, നമ്മുടെ ജീവന്റെ അസ്തിത്വം മുതൽ, നമ്മുടെ ജനനം മുതൽ ഇങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടുണ്ട്. അവയൊന്നും വിട്ടുകളയരുത്. അവയ്ക്കെല്ലാറ്റിനുമായി നാം സ്തോത്രം ചെയ്യണം. എന്നാൽ ആ ഭൗതിക ദാനങ്ങൾക്കൊക്കെ വേണ്ടി സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ അധികം നാം ദൈവത്തെ സ്തുതിക്കേണ്ടതും സ്തോത്രം ചെയ്യേണ്ടതും മഹത്വപ്പെടുത്തേണ്ടതും എന്തിനു വേണ്ടിയായിരിക്കണം? രക്ഷാദാനത്തിന് വേണ്ടിയായിരിക്കണം. രക്ഷാദാനം, വീണ്ടെടുപ്പായിരിക്കണം നമ്മുടെ ആരാധനയുടെ ഇതിവൃത്തം. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ദൈവത്തിൻ്റെ ആസ്തിക്യം. രണ്ട്, ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ മാഹാത്മ്യം. ഇത് രണ്ടുമായിരിക്കണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ ദൈവത്തിൻ്റെ ആസ്തിക്യം. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ ആസ്തിക്യം. For what he is. There are two major aspects of Christian worship. Worship in the Bible. One is what God is, for the very being of God. ദൈവം ആര് എന്ന വിഷയം നാം ദൈവത്തെ ദൈവമായി മനസ്സിലാക്കുന്നതുകൊണ്ട്, നാം ദൈവത്തെ ദൈവമായി കാണുന്നതുകൊണ്ട്. സ്തോത്രം. Since we acknowledge God as God, that very acknowledgement of the very being of God should lead us to worship him. ദൈവമഹത്വത്തെ, ദൈവാസ്തിക്യത്തിന്റെ ശ്രേഷ്ഠതയെ നാം മനസ്സിലാക്കുമ്പോൾ അവന്റെ മഹത്വ ആസ്തിക്യത്തിന്റെ മുമ്പിൽ നാം സർവാത്മന നമ്മെ തന്നെ സമർപ്പിക്കും. ആ ദൈവമഹത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ ഏതുമില്ലായ്മയും നാം തിരിച്ചറിയും. ഈ തിരിച്ചറിവ് വേണം യഥാർത്ഥത്തിൽ ആരാധനയിലേക്ക് നമ്മെ നയിക്കുവാൻ. ഒന്നാം ഭാഗം. രണ്ടാം ഭാഗമാണ് ദൈവത്തിൻ്റെ അനുപമമായ രക്ഷണ്യ പ്രവൃത്തിയുടെ തിരിച്ചറിവ്. അത് കേവലം തിരിച്ചറിയുക മാത്രമല്ല, സ്തോത്രം, അതനുഭവിക്കുക കൂടെ ചെയ്യുന്നത് കൊണ്ട് നാം ദൈവത്തെ അത് നിമിത്തം സ്തുതിക്കണം. ദൂതന്മാർ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. നാം 5-ാം അധ്യായത്തിൽ കണ്ടു. ഇവിടെ ഈ 7-ാം അധ്യായത്തിലും അത് തന്നെ നമുക്ക് കാണാം. Even the angels, though they do not experience the salvation, acknowledging the great redemptive work of Christ, they praise God, worship God, simply by acknowledging what he has done for human beings. But a few steps ahead, human beings
Rather, the redeemed ones, because of the redemption they enjoy, they experience, they worship the Lord in its fullness. സ്തോത്രം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ദൈവാരാധനയ്ക്ക് മുഖാന്തരം. ഒന്ന്, ദൈവ ആളത്വത്തിന്റെ മഹത്വം, ദൈവിക അസ്തിത്വത്തിന്റെ ശ്രേഷ്ഠത, ദൈവം ആര് എന്ന തിരിച്ചറിവ്, ദൈവം എന്ത് എന്ന ആ മനോബോധം. അതാണ് ഈവൻ റോമലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പോലും പറയുന്നത്. ദൈവത്തിന്റെ ദിവ്യത്വവും പിന്നെ നിത്യശക്തിയുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. ബുദ്ധിക്ക് എന്തിനാ തെളിവായി വരുന്നു? എന്തിനാ? അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ? അപ്പോൾ എന്തായിരുന്നു ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയതിലൂടെ ആഗ്രഹിച്ചത്? അവനെ അവർ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കണമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അപ്പോൾ ദൈവാരാധനയുടെ ആദ്യ ഭാഗമാണത്. ദൈവത്തിന്റെ ദൈവത്വത്തെ മനസ്സിലാക്കി അതിന് തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുക. പക്ഷെ അവരത് ചെയ്തില്ല. മനുഷ്യരും ദൂതന്മാരും എല്ലാവരും സകല സൃഷ്ടികളും ദൈവത്തിന്റെ ഈ ആളത്വത്തിൻ മാഹാത്മ്യത്തെ മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് തിരിച്ചറിവുള്ള മനുഷ്യനും ദൂതന്മാരും. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അവർക്ക് പാപമാണ്. രണ്ടാമത്തെ ഭാഗം, ഇത് പൊതുവാകട്ടോ, ഇത് പൊതുവേ ഉള്ളതാ, ജനറൽ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ പ്രവൃത്തികൾ. ആ പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം രക്ഷണ്യ പ്രവൃത്തിയാണ്. സൃഷ്ടി മുതലേ ഉണ്ട് പ്രവൃത്തികൾ, ഒത്തിരി പ്രവൃത്തികളുണ്ട്. അതിനെയാണ് ദൈവത്തിന്റെ മാനിഫോൾഡ് വിസ്ഡം എന്ന്, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് എഫേസ്യർ 3:10-11 വാക്യങ്ങളിൽ പറയുന്നത്. ബഹുവിധമായ ജ്ഞാനം, മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗാഡ് ഹാസ് ബീൻ റിവീൽഡ് ഓർ മാനിഫെസ്റ്റഡ്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പ്രവൃത്തി ഏതെങ്കിലും ഒരെണ്ണത്തിലല്ല വെളിപ്പെടുന്നത്. അതിൻ്റെ ആത്യന്തിക വെളിപ്പാടാണ് രക്ഷയിലുള്ളത്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ദൈവത്തിന്റെ ആളത്വം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ. പ്രവൃത്തികൾ പലവിധമുണ്ട്. ആ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന്റെ ജ്ഞാനം പ്രദർശിപ്പിക്കുന്നു. അതിനെ പൗലോസ് വിളിക്കുന്നത്, കൂടെ വന്നാട്ടെ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഏതെങ്കിലും ഒരു വിധത്തിൽ മാത്രമല്ല. ഇപ്പൊ ഡോക്ടേഴ്സ്, അവർ ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. മാസ്റ്റർ ഡിഗ്രി, ഗ്രാജുവേഷൻ വരെയൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാണ്. മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ, മുമ്പോട്ട് വീണ്ടും പഠിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രീമിലാണ് അവരുടെ സ്പെഷ്യലൈസേഷൻ. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കാറുണ്ടെന്ന് മാത്രം. എന്നാലും അവരുടെ
ആ പ്രത്യേകത ആദ്യം അവരെടുക്കുന്ന ഏതെങ്കിലും ഒന്നിലായിരിക്കും. കൂടുതൽ സമയം പഠനത്തിനായി ചിലവഴിക്കുന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സയന്റിസ്റ്റുകളാകട്ടെ, മെഡിക്കൽ ഡോക്ടേഴ്സ് ആകട്ടെ, മറ്റേതെങ്കിലും വിദ്യാഭ്യാസ രീതിയിൽ പോകുന്നവരാകട്ടെ, സാധാരണ ജോലി ചെയ്യുന്നവരാകട്ടെ, അവരുടെയൊക്കെ ഓരോ ട്രേഡുകൾ, ഓരോ സ്പെഷ്യലൈസേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ സ്ട്രീംസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ ജോലിയൊക്കെ ചെയ്യിക്കുന്ന ഒരു ഒറീസക്കാരനുണ്ട്. അയാൾ ഇവിടെ ജോലിക്ക് വേണ്ടിയൊക്കെ താമസിക്കുക. കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്തോ വീട്ടിൽ ഒരു റിപ്പയർ വർക്കിന് വേണ്ടി ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ പറഞ്ഞു വിട്ടിട്ട് വന്നു. അന്നപ്പോൾ അയാൾ എന്നോട് പറയായിരുന്നു, എനിക്കെല്ലാ പണി അറിയാം. ഞങ്ങളുടെ ഇവിടുത്തെ സാഹിബ് മേശിരിപ്പണിയും ആശാരിപ്പണിയും ഇലക്ട്രീഷ്യന്റെ പണിയും പ്ലംബറിന്റെ പണിയും പെയിന്ററിന്റെ പണിയും എല്ലാം എന്നെ ഏൽപ്പിക്കും, ഞാനതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നോർത്ത് നോക്കിയേ, ഇതെല്ലാം കൂടെ ഒട്ടും ചെയ്യുന്നെങ്കിൽ ഒരു കാര്യത്തിലും അയാൾക്ക് കൃത്യതയും പെർഫെക്ഷനും ഇല്ല. അതുകൊണ്ട് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പണികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളതാ. അപ്പൊ എന്ത് പണിയും, മേശിരിപ്പണിയും ആശാരിപ്പണിയും പെയിന്ററിന്റെ പണിയും ഇലക്ട്രീഷ്യന്റെ പണിയും പ്ലംബറിന്റെ പണിയും എല്ലാം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒന്നിലും സ്കിൽഡ് അല്ല, ഒന്നിലും താന് നിപുണനല്ല എന്ന് വരും. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം ദൈവം ഓരോന്നിലും നൈപുണ്യത്തോടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ദൈവിക ജ്ഞാനത്തിന്റെ വെളിപ്പാട് ഏത് വിഷയത്തിലാണ്, ഏത് പ്രവൃത്തിയിലാണ്? രക്ഷയുടെ, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലാണ്. അത് സഭ മുഖാന്തരമാണ് ദൈവം വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും കൂടെ. ആ വാക്യങ്ങളൊന്ന് വായിച്ചോളൂ, 3:10-11 എഫേസ്യ ലേഖനം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരമാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അതിൽ കർത്താവ് നമ്മളെയും പങ്കാളികളാക്കുന്നു എന്നതിനായിട്ട് സ്തോത്രം. പോകട്ടെ, അതല്ല നമ്മുടെ വിഷയം. ദൈവത്തെ നാം നിത്യതയിൽ ചെന്ന് ആരാധിക്കുമ്പോഴും ഈ 2 കാര്യങ്ങളാണ് പ്രധാനം. ദൈവത്തിന്റെ ആളത്വം നാം അത് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കണ്ടു. ദൈവത്തിന്റെ ആളത്വം, ദൈവം ആര് എന്ന തിരിച്ചറിവ്. 2, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, വിശേഷിച്ച് പാപികളുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിൽ നമ്മുടെ വീണ്ടെടുപ്പുമായി അല്ലെ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതിലും 2 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജസ്റ്റ് അക്നോളജിങ് വാട്ട് ഹി ഹാസ് ഡൺ. നമ്മുടെ വീണ്ടെടുപ്പിനായി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ് നാം അവനെ സ്തുതിക്കണം. അത് ദൂതന്മാർ ചെയ്യുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വെളിപ്പാടിൽ നാം അതാണ് കാണുന്നത്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എന്ത് ചെയ്തു? നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി.
കണ്ടോ, ദൂതന്മാർ അത് തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ അവര് പറഞ്ഞത് കേട്ടോ, നീ അവരെ വിലയ്ക്ക് വാങ്ങി. ജസ്റ്റ് an acknowledgement that God redeemed human beings, sinners, because of the atoning sacrifice of Jesus Christ, the Son of God. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ ദൈവം പാപികളായ മനുഷ്യരെ പാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി എന്ന തിരിച്ചറിവ് ദൂതന്മാരെയും ദൈവാരാധനയ്ക്കായിട്ട് ഒരുക്കുന്നു. അതേ വിഷയം നമുക്കിവിടെ 7-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. എന്നാൽ നാം അവനെ ആരാധിക്കുന്നത് ഒരു പടി കൂടെ കടന്നാണ്. അതിലേക്ക് വരാൻ ആർക്ക് കഴിയില്ല? ദൂതന്മാർക്ക് കഴിയുകയില്ല. അവർക്ക് ഇത്രേ പറ്റൂ, നീ അറുക്കപ്പെട്ടു, ഇതിന്റെ രക്തം കൊണ്ട് അവരെ വിലയ്ക്ക് വാങ്ങി. പക്ഷെ നമ്മൾ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങൾക്ക് രക്ഷദാനമായി തന്നു. അവിടേക്ക് ആ ഭാഗം വരുമ്പോൾ ദൂതന്മാരെക്കാൾ നമ്മൾ ദൈവത്തിന് പ്രിയരും, ദൈവം നമുക്ക് പ്രിയനുമായി മാറുകയാണ്. ദൂതന്മാർക്ക് ദൈവം എത്ര പ്രിയങ്കരനാണോ, അതിലും രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവപിതാവും വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത ദൈവ കുഞ്ഞാടും പ്രിയങ്കരരായി തീരുകയാണ്, ഹൃദ്യരായി മാറുകയാണ്. ദൂതന്മാർക്ക് ദൈവത്തോട് ഭയമാണെങ്കിൽ നമുക്ക് ദൈവത്തോടുണ്ടാകുന്ന ഏറ്റവും വലിയ വികാരം സ്നേഹമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൂതന്മാർക്ക് ദൈവത്തോട് ഭയത്തിൽ നിന്നുളവാകുന്ന ആരാധനയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് സ്നേഹത്തിൽ നിന്നുരുവാകുന്ന ആദരവും ആരാധനയുമാണ്. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നതും, വിശേഷിച്ച് രക്ഷിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നതും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമല്ലോ. ദൈവമഹത്വത്തെ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ജ്ഞാനത്തെ, ബഹുവിധമായ ജ്ഞാനത്തെ, വിശേഷിച്ച് ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വെളിപ്പെട്ട ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവപ്രവർത്തികളിൽ ഏറ്റവും ഉത്കൃഷ്ടം രക്ഷയുടെ പ്രവൃത്തിയാണ്, ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യവേല. സ്തോത്രം. ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് സാൽവേഷൻ ഓൺ ദ ക്രോസ്. ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യവേല അത് കർത്താവ് നിവർത്തിച്ചു. പക്ഷെ ദൂതന്മാർ അത് തിരിച്ചറിഞ്ഞ് അത് നിമിത്തം ആദരവോടെ കുമ്പിടുമ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ട് സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. പ്രൈസ് ഗാഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ദൂതന്മാർക്കും നാം പാടുന്ന വീണ്ടെടുപ്പിന്റെ പാട്ട് പാടുവാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാർക്ക് നാം അനുഭവിക്കുന്ന രക്ഷ ദൂതറിയിപ്പാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ സ്നാന സമയത്ത് പാടുമായിരുന്ന പാട്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. അതെ, ദൂതന്മാർക്കും ഈ രക്ഷാദൂതറിയിപ്പാൻ ഭാഗ്യമില്ല. അവർ കൊതിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കൂടെ ആ പദവി കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ കിട്ടിയിട്ടില്ല. സ്തോത്രം. അതാണ് നാം ഈ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. സ്തോത്രം. അവിടെ നാം കണ്ടു, അവർ 10-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്.
രക്ഷ. സ്തോത്രം. സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സ്തോത്രം. അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. രക്ഷ ദാനമാണ്. ഭക്തന്മാർ അതുകൊണ്ട് പാടിയത് രക്ഷാദാനമോ അതെത്ര ആശ്ചര്യം, നമ്മെ വീണ്ടതോ അതെത്ര മാധുര്യം, അല്ലേ? സ്തോത്രം. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗാനം, അതാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 10-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചിരുന്നു. അതേപ്പറ്റി സംശയങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഇതുവരെ ഉള്ളത് വ്യക്തമാണോ? മുമ്പോട്ട് പോകാമല്ലോ. എങ്കിൽ 11-12 വാക്യങ്ങൾ വായിച്ചോളൂ. And all the angels stood round about the throne and about the elders and the 4 beasts, and fell before the throne on their faces and worshipped God, saying, Amen. Blessing and glory and wisdom and thanksgiving and honor and power and might be unto our God forever and ever. Amen. Praise God. സ്തോത്രം. നാം അതിൽ 10-ാമത്തെ വാക്യം വരെ വീണ്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുപ്പിന്റെ ഗാനം രക്ഷാനിമിത്തം രക്ഷിതാവിനെ പാടി സ്തുതിക്കുന്നു. സ്തോത്രം. തങ്ങളുടെ സ്വന്തം ശക്തിയാലല്ല, അവർ നേടിയതുമല്ല രക്ഷ എന്ന തിരിച്ചറിവാണ് വീണ്ടെടുക്കപ്പെട്ടവരെ ആരാധനയിലേക്ക് നയിച്ചത്. 10-ാം വാക്യം വരെ. 11-ഉം 12-ഉം വാക്യങ്ങളിൽ ആ ഗാനം ആരൊക്കെ ഏറ്റുപാടുകയാണ്? സ്തോത്രം. Angels, സിംഹാസനത്തിന്റെയും എല്ലാവരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിഴ്ന്നു വീണു. സ്തോത്രം. അവിടെ നാം കാണുന്നത് സകല ദൂതന്മാരും ആ ആരാധനയിൽ പങ്കുചേരുന്നു. അവരും പക്ഷേ പറയുന്നത് എന്തുവാ? ആമേൻ. വീണ്ടെടുക്കപ്പെട്ടവർ പാടിയ സ്തുതിഗീതത്തിന്, ആരാധനാഗീതത്തിന് ഇവർ ആമീൻ പറയുന്നു. ആമീന്റെ അർത്ഥം ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മൾ നേരത്തെ ആമീൻ എന്നുള്ളവൻ എന്ന യേശുവിന്റെ പേരിൽ നിന്ന് ആ കാര്യം പഠിച്ചിട്ടുണ്ട്. ആമീൻ. എന്നിട്ട് വീണ്ടും അവർ പാടുകയാണ്, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ദൈവ മഹത്വത്തെ അവർ പ്രകീർത്തിക്കുന്നു. ഇതിലെ ഓരോ വാക്കുകളും നാം എടുത്ത് പറയേണ്ടതില്ലല്ലോ. നാം 5-ാം അധ്യായത്തിൽ വെച്ച് അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം എടുത്ത് പഠിച്ചിരുന്നു. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് ആ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ 4-ാം അധ്യായത്തിൽ നിന്നും നാം ആ കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ വിശദീകരണം ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം.
അവർ ദൈവത്തെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നു. ആ ഭാഗങ്ങളുടെ കൂടുതൽ വിശദീകരണം ഇനി വേണ്ടല്ലോ. 11-ന്റെയും 12-ന്റെയും നമ്മൾ നേരത്തെ ആ കാര്യം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട്. വേണ്ട, ശരി. എങ്കിൽ നമുക്ക് 13-14 പോകാം. അതും നമ്മൾ ഇതിനോടകം ചിന്തിച്ചെങ്കിലും വായിച്ച് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. 13-14 വാക്യങ്ങൾ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള 2 പ്രധാന കാരണങ്ങൾ നമ്മൾ ഇന്ന് തുടക്കത്തിൽ ചിന്തിച്ചതാണ്. 11-12 വാക്യങ്ങളിൽ ദൂതന്മാർ ദൈവത്തോട് പറയുന്നത്. ദൈവം സ്രഷ്ടാവ് എന്ന നിലയിലും ദൈവം വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിലും. 13-14 വാക്യങ്ങൾ 9-ാം വാക്യത്തിൽ കാണുന്ന സമൂഹം ആര് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരാൾ യോഹന്നാനോട് ചോദിക്കുന്നു. യോഹന്നാൻ പറയുന്നു, യജമാനന്, സാറിന് അറിയാവല്ലോ സാറേ. അദ്ദേഹം യോഹന്നാനോട് ഈ എണ്ണമറ്റ പുരുഷാരം ആരെന്ന് പരിചയപ്പെടുത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 സംഗതികളാണല്ലോ അവർ പറയുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവരാണ്. അപ്പൊ മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെട്ടവരെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ ഇവർ എന്ത് ചെയ്തിരിക്കുന്നു? കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം പാപികളെ വിലയ്ക്ക് വാങ്ങുക, പാപത്തിന് മറുവിലയായി പ്രായശ്ചിത്തമായി അർപ്പിക്കുകയും രക്ഷയ്ക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് മറുവിലയായി നൽകുകയും ചെയ്യുക. യേശുവിന്റെ രക്തം എന്താണ്? അത് പ്രായശ്ചിത്ത രക്തമാണ്. മനുഷ്യരുടെ പാപത്തിന് പ്രായശ്ചിത്തമായി അർപ്പിക്കപ്പെടുന്നു. 2, യേശുവിന്റെ രക്തം വീണ്ടെടുപ്പിന്റെ വിലയാണ്. അത് നമുക്ക് പകരമായി നമ്മുടെ വീണ്ടെടുപ്പിനായി നൽകപ്പെടുന്നു. അത് പ്രായശ്ചിത്ത രക്തമായതുകൊണ്ട് ശുദ്ധീകരണക്രിയ അതിനാൽ നടക്കുന്നു. പ്രായശ്ചിത്ത രക്തമാകയാൽ പാപിയെ അത് ശുദ്ധീകരിക്കുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. ശനിയാഴ്ച നീതീകരണവും വിശുദ്ധീകരണവും യേശുവിന്റെ രക്തത്താൽ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് സൗജന്യമായി ലഭിക്കുന്ന കാര്യം. നമുക്കത് 2മാണ് ഏറ്റവും ആവശ്യം. പാപത്താൽ കറപിടിച്ച ജീവിതമാണ് നമ്മുടേത്. ആ പാപക്കറകളെ കഴുകിക്കളയുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. കാരണം അതുമാത്രമാണ് പാപരഹിതമായ, നിഷ്കളങ്കമായ, വിശുദ്ധമായ രക്തം. മറ്റൊന്നിനും നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ കഴിയുകയില്ല.
എബ്രായർ 10-ാം അധ്യായം ആദ്യവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് എന്ത് പറ്റില്ലായിരുന്നു? പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എന്തോ അടുത്ത് പറയുന്നത്? എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, purge your conscience from your dead works to serve the living God? 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ് ഇപ്പോൾ ആലിസാൻഡി വായിച്ചത്. കൂടാതെ 10-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് യേശു തന്നെത്താൻ യാഗമാക്കുവാൻ വരികയാണ്. ഇനിയും അങ്ങനെ പറഞ്ഞു വന്നിട്ട് 10-ാമത്തെ വാക്യം 10:10 10 verse 10. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും 14-ാമത്തെ വാക്യം 14. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമ്മള് സ്വർഗീയ പിതാവേ നിന്തിരിഹിതമെന്ന് പാടുന്ന പാട്ടിനകത്ത് പാടുന്നതായി 10-ാമത്തെ വാക്യം. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ 9:13-14, 10:10-14 ഇവിടങ്ങളിലൊക്കെ നാം കാണുന്നത്, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ അഥവാ ചീന്തപ്പെട്ട രക്തത്താൽ നമുക്കെന്തുണ്ട്? പാപങ്ങളിൽ നിന്നുള്ള കഴുകൽ, വിശുദ്ധീകരണം ഉണ്ട്. സ്തോത്രം, വിശുദ്ധീകരണമുണ്ട്. അതുതന്നെയാണ് ഈ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നത്. അതാണ് നാം എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നത്. യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ, അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് നാം ഈ വെളിപ്പാട് 7:14 കാണുന്നത്. എന്തേ? ഇവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ചൊരിഞ്ഞ രക്തം, ഒരിക്കലായി ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞപ്പോൾ 2 ബില്ല് കൊടുത്ത കാര്യം ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായി പറഞ്ഞിട്ട്, അടുപ്പിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. When Jesus shed his blood on the cross, we used to meditate that he paid 2 bills in full. 2 ബില്ലുകൾ, വിപരീതവും പ്രതികൂലവുമായ അല്ല 2 ബില്ല് കൊടുത്ത കാര്യം. രണ്ട് പേയ്മെന്റ്സ് നടത്തിയ കാര്യം. പാപത്തിന്റെ കടം തീർത്ത പേയ്മെന്റ് ഒന്ന്. യെസ് കുട്ടിയെങ്കിൽ ഒന്ന്, പാപത്തിന്റെ കടം മുഴുവനും യേശു കൊടുത്തു തീർത്തു. ഒരെണ്ണം കൂടെ,
വീണ്ടെടുപ്പിന്റെ വില മൊത്തം കൊടുത്തു. വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനും കൊടുത്തു തീർത്തു. സ്തോത്രം. മറക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. കുറഞ്ഞ പക്ഷം തിരുവത്താഴത്തിന്റെ ഒക്കെ സമയങ്ങളിൽ നാം ഇതൊക്കെ ഓർക്കണം. സ്തോത്രം. പാപത്തിന്റെ കടവും വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനും കൊടുത്തു തീർത്തതാണ് യേശുവിന്റെ രക്തം. അതാണ് ഇവിടെ പറയുന്നത്. ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് വീണ്ടെടുക്കാൻ കഴിയാത്തത്ര ഉഗ്രന്മാരായ ഒരു പാപിയുമില്ല. യേശുവിന്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത കഠിനമായ ഒരു പാപവുമില്ല. 2, യേശുവിന്റെ രക്തത്താൽ കഴുകാൻ ആവശ്യമില്ലാത്ത ലളിതമായ ഒരു പാപവും ഇല്ല. വീണ്ടെടുപ്പിന് യേശുവിന്റെ രക്തം ആവശ്യമില്ലാത്ത തരം ഒരു നീതിമാനുമില്ല. യേശുവിന്റെ രക്തത്തിന് വീണ്ടെടുക്കാൻ കഴിയാത്ത തരം ഒരു വലിയ പാപിയുമില്ല. എല്ലാവർക്കും യേശുവിന്റെ രക്തം കൂടിയേ തീരൂ. അങ്ങനെയാണ് ഇവരും യേശുവിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചത്. മിനിയാന്ന് പറഞ്ഞ ഒരു കാര്യവും കൂടെ ആവർത്തിക്കുന്നു. മിനിയാന്നോ 4 നാളോ ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇവർ രക്ഷിക്കപ്പെട്ടത്, ഇവരുടെ അങ്കി വെളുത്തത്, ഇവർ വിശുദ്ധന്മാരായി തീർന്നത് എന്തേ? അവര് സഹിച്ച കഷ്ടങ്ങളാലാണോ? അല്ല. സ്തോത്രം. ആവർത്തിക്കുന്നു. ഇവർ സഹിച്ച കഷ്ടതകളല്ല ഇവരെ സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കി തീർത്തത്. ഇവർ ഏറ്റ രക്തസാക്ഷിത്വ മരണമല്ല ഇവർക്ക് ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കി തീർത്തത്. ഇവർ കടന്നുപോയ മഹാപീഡനമല്ല ഇവരുടെ അങ്കി ഇവരുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചത്. പകരം ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ. പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തം. ആമേൻ. യേശുവിന്റെ രക്തം മാത്രം. അതുകൊണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, 2 ദിവസം മുമ്പായിരുന്നു എനിക്ക് തോന്നുന്നത്, രക്തസാക്ഷിത്വം നമ്മെ സ്വർഗരാജ്യത്തിന് അർഹരാക്കി തീർക്കുന്നില്ലെന്ന്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ രക്തസാക്ഷിത്വം ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡമല്ലെന്ന് നാം കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ചിന്തിച്ചത്. സ്തോത്രം. നമുക്ക് ദൈവരാജ്യ പ്രവേശനത്തിന്, നമുക്ക് വിശുദ്ധീകരണത്തിനൊക്കെ മാനദണ്ഡം ഒന്നേ ഒന്ന്, അടിസ്ഥാനം ഒന്നേ ഒന്ന്. അത് യേശുവിന്റെ പുണ്യാഹ രക്തമാണ്. സ്തോത്രം. യേശുവിന്റെ രക്തമാണ്. അത് നാം നന്നായി മനസ്സിലാക്കുക. സ്തോത്രം. അപ്പോൾ ഇവിടെ ശുഭ്രവസ്ത്രം നാം വെളിപ്പാട് 3-ാം അധ്യായത്തിൽ സർദീസ് സഭയുമായി ബന്ധപ്പെട്ട് കണ്ട ഉടുപ്പ് മലിനമായ ചിലർ, പാപികളായി തീർന്ന ചിലർ, രക്ഷിക്കപ്പെട്ട ശേഷവും യേശുവിന്റെ രക്തം കൊണ്ട് അങ്കി കഴുകിയ ശേഷവും ചിലർ ആ അങ്കി മണ്ണ് പുരട്ടി മലിനമാക്കി. നാം അങ്ങനെ ആകരുത്. സ്തോത്രം. അതിനും സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു.
അങ്ങനെയാണ് 13, 14 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? നമ്മൾ നേരത്തെയും ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞ് ഞാൻ വിട്ടത്. സ്തോത്രം. സ്തോത്രം. മറ്റെന്തെങ്കിലും ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന പല മാധ്യമങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായുള്ളത് യേശുവിൻ്റെ രക്തമാണ്. മുൻപോട്ട് വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ നാമം, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം, വിശുദ്ധന്മാരെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിൽ ബാലശിക്ഷയും ഉൾപ്പെടുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ഒരു പാപിക്ക് ദൈവരാജ്യപ്രവേശനം സാധ്യമാക്കുന്ന ഏക മാധ്യമം യേശുവിൻ്റെ രക്തം മാത്രമാണ്. യേശുവിൻ്റെ രക്തം. സ്തോത്രം. രക്തമെന്നുള്ളത് വെറും ആ ദ്രാവകമല്ല. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം. ക്രൂശ് മരണം ഒരു 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 ഇച്ചിരി കൂടെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ രക്തം എന്തിനെ കാണിക്കുന്നു? യേശുവിന്റെ ജീവൻ. ജീവനെ. രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ്. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ അടിസ്ഥാനപരമായ ഭാഗം നാം ഉൽപ്പത്തി 9:4 കാണുന്നത്. ജെനസിസ് 9:4 അറിയാവുന്നതാണെങ്കിലും അതിൻ്റെ മൂല ഭാഗം പുറപ്പാട് 9:4, സോറി ഉൽപ്പത്തി 9:4. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാംസം നിങ്ങൾ തിന്നരുത്. പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ. അപ്പൊ രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്, പ്രാണൻ ഇരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തം പഠനത്തിനുള്ള ഒരു വഴി ഞാൻ തുറന്നിടുകയാണ്. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ മരണം, ഈ 3 കാര്യങ്ങളെ കോർത്തിണക്കി പഠിക്കേണ്ട ഒരു പഠനശാഖയുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം ഇവിടെ എടുക്കുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അതിന് അവസരം നമുക്ക് ലഭിച്ചാൽ നമുക്കത് ചെയ്യാം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറെ പെൻഡിങ് ഉണ്ട് ഞങ്ങളുടെ പഠനത്തിനുള്ളത്. ആ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ തിരുവത്താഴ സമയങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണ യോഗങ്ങളിൽ ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഞങ്ങൾ നടത്തുന്നത് തിരുവത്താഴ സമയങ്ങളിൽ. തുടർമാനമായി മിക്കപ്പോഴും അത് പഠിക്കാനാണ് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. അങ്ങനെ വരുന്ന വഴി ഇതും കൂടെയൊക്കെ ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടും അക്കാര്യം തിരുവെഴുത്തുകൾ പഠിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ വെറും ഒഴുകിപ്പോയ ചോരയല്ല വിഷയം. 5 ലിറ്ററോ 5.5 ലിറ്ററോ 5.25 ലിറ്ററോ അല്ലെ 6 ലിറ്ററോ രക്തം യേശുവിന്റെ ശരീരത്തിൽ നിന്നും പലപ്പോഴായിട്ട് ഒഴുകി ഗതസമനം മുതൽ ഗോൽഗോഥ വരെ. മുൻപും പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. 3 ഗ.
3G ഓർക്കുമല്ലോ. ഗോൽഗോത്ത, ഗബദ, ഗെത്സമന. യാ, ഗെതസമന ആദ്യം വരുന്നത്, രണ്ടാമത്തേത് ഗബ്ബഥ, മൂന്നാമത്തേത് ഗോൽഗോഥ. ഗോൽഗോഥയുടെ മറുപേരാണ് കാൽവറി. കാൽവറി എന്ന് നമുക്ക് ബൈബിളിൽ കാണുന്നില്ല, ഗോൽഗോഥ എന്നാണ്. ഗോൽഗോഥായുടെ മറുപേരാണ് കാൽവറി. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഗെതസമനയിൽ യേശുവിന്റെ രക്തം വിയർത്തു. ജീസസ് സ്വെറ്റ് ബ്ലഡ് ഇൻ ഗെത്സമനെ. ഗബ്ബഥയിൽ യേശു രക്തം താൻ അടികൊണ്ടതിനാൽ ചീന്തപ്പെട്ടു. He shed blood because of the scourges he endured. കർത്താവ് ഏറ്റ അടിപ്പിണരുകൾ കൊണ്ട് രക്തം ചീന്തിയ സ്ഥലമാണ് ഗബ്ബഥ. ഗോൽഗോഥയാണ് അവസാനത്തെ തുള്ളി വരെയും നമുക്കായിട്ട് ഊറ്റിത്തന്നത്. The last drop of blood was shed on ഗോൽഗോഥ. അപ്പോൾ ഈ രക്തം നമുക്ക് വേണ്ടി ചീന്തി നമ്മുടെ പാപത്തിന് പരിഹാരമായി, പ്രായശ്ചിത്തമായി, പാപത്തിന്റെ ശിക്ഷയെല്ലാം ഏറ്റുകൊണ്ട് God the Father just transferred human sin upon Jesus and the divine righteous wrath on Jesus. യേശുവിങ്കലേക്ക് ഇത് രണ്ടും ഒരുമിച്ചാണ് പിതാവ് കൈമാറിയത്. മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ ക്രോധവും ഇത് രണ്ടും ഏറ്റുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണ് യേശു തന്റെ രക്തം ചിന്തിയത്. ആ രക്തം എന്ന് പറയുന്ന ആ ഭൗതിക വസ്തുവല്ല ഇവിടുത്തെ വിഷയം. പകരം യേശു ആ രക്തം ചിന്തിയതിലൂടെ അർപ്പിച്ച തൻ്റെ ജീവനാണ് നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നത്, നമുക്ക് ശുദ്ധീകരണ കാരണമായി തീരുന്നത്. ഇവിടെയും ഈ മനുഷ്യരും സ്തോത്രം കഴുകൽ പ്രാപിച്ചത്, വീണ്ടെടുപ്പ് പ്രാപിച്ചത് ആ രക്തത്താലാണ്. ആ രക്തത്താൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചിരിക്കുന്നു. ഏത് കാലത്തും യേശുവിന്റെ രക്തമാണ് നമ്മുടെ ശുദ്ധീകരണത്തിന് ആധാരം. സ്തോത്രം. യേശുവിന്റെ രക്തം നമ്മുടെ പാപവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പല കർമ്മങ്ങളെക്കുറിച്ച്, പല വാക്കുകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. അതും നിങ്ങളുടെ പഠനത്തിനായി ഞാൻ വിട്ടുകൊണ്ട് അവിടെ നിന്നും വിരമിക്കുന്നു. സ്തോത്രം. നമുക്കും നമ്മുടെ ആയുഷ്കാലത്ത് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തത്തിനായി സ്തോത്രം. അർപ്പിക്കപ്പെട്ട ജീവനായി സ്തോത്രം. ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച മരണത്തിനായി സ്തോത്രം. അതിനാൽ നമുക്ക് ലഭിച്ച പാപമോചനത്തിനായി സ്തോത്രം, ശുദ്ധീകരണത്തിനായി സ്തോത്രം. അതിൽ നമുക്ക് നിലനിൽക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.